മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തെയും നമ്മുടെ എല്ലാ വഴികളിലും യഹോവയുടെ ദൃഷ്ടി തന്നിൽ ആശ്രയിക്കുന്നവരുടെ മേൽ ഇരിക്കുന്നുണ്ടെന്നും നാം കണ്ടു. ഇന്നത്തെ ധ്യാനത്തിനായി യിരെമ്യാവ് 16:17 വായിക്കാം. എൻ്റെ ദൃഷ്ടി അവിടെ എല്ലാ വഴികളിലും മേൽ വെച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. സങ്കീർത്തനം 90:8 നാം വായിക്കുന്നു, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അതേ സഹോദരിമാരെ, എത്ര വാസ്തവമായ കാര്യമാണിത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരണം. എപ്പോഴും നിഷ്കളങ്ക സ്വഭാവം നമ്മിലുണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ വഴികളിലും മേലും ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്ന ഭയത്തോടെ ജീവിക്കാം. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം എപ്പോഴും എല്ലാ ദൈവമക്കൾക്കും ആവശ്യമാണ്. എസ്രാ 4:13 നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുവുമായി കിടക്കുന്നു. കണ്ണുകൊണ്ട് ആലോചന പറയുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. സങ്കീർത്തനം 33:12 യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന വലിയവനായ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാം. യിരെമ്യാവ് 32:19 നാം ഇങ്ങനെ വായിക്കുന്നു, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും മേലും ദൃഷ്ടി വയ്ക്കുന്നു. അതേ സഹോദരിമാരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. തൻ്റെ ജ്ഞാനത്താൽ ഭൂലോകവും അതിലുള്ളതൊക്കെയും തൻ്റെ വാക്കാൽ സൃഷ്ടിച്ചു. ആകാശം അവൻ്റെ കൈവേലയും ആകാശവിധാനം അവൻ്റെ മഹത്വത്തെയും പ്രസ്താവിക്കുന്നു. എന്നാൽ ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രതിഫലമുണ്ട് എന്ന വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 62:12 കർത്താവേ, ദയയും നിനക്കുള്ളത്, നീ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. അതേ സഹോദരിമാരെ, നാം ദൈവഹിതത്തിന് അനുസരണമായി ദിനം പ്രതി അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും വീണ്ടെടുപ്പാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചെന്ന് എഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അവർക്ക് ദൈവത്തിൻ്റെ കാവലും പരിപാലനം എപ്പോഴും ഉണ്ടായിരിക്കും. അവർ ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ ആലോചന പറഞ്ഞു കൊടുക്കും. എല്ലാ വഴികളിലും നമ്മുടെ മേൽ അവൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല, നീ തീയിൽ കൂടെ കടന്നാൽ അത് വെന്തുപോകുകയില്ല. അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തിൽ മാത്രം ശ്രമിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ചൂട്ടടി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. വിശ്വാസ നായകനും പൂർത്തിവെച്ചനുമായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓടാം. നമുക്ക് മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ ദൈവം എത്ര ഉന്നതനാണ്, എത്ര മഹോന്നതനാണ്. എന്നാൽ അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവമാകുന്നു. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുമാകുന്നു. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയത്തോടെ ഭക്തിയോടെ നമുക്ക് ജീവിക്കാം.
സകല മഹത്വവും ദൈവത്തിന് മാത്രം കരയേറ്റാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.